ഹലോ ഗെയ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നോമ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്, റമദാൻ മാസം ആരംഭിച്ചു അല്ലേ. എല്ലാവർക്കും എൻ്റെ റമദാൻ കരീം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നോമ്പ് തലേന്ന് ഞങ്ങൾ പൊന്നാനി വെളിയങ്കോട് മക്കാമിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പോകുമ്പോൾ എടുത്ത ചെറിയൊരു വീഡിയോ ആണ്. പിന്നെ നോമ്പ് തുറ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പൊന്നാനി മുനമ്പത്ത് ബീവി എന്ന മക്കാമിൻ്റെ അടുത്താട്ടോ ഞങ്ങളത്. അപ്പോൾ അവിടെ പോയിട്ട് മക്കാമിൻ്റെ അടുത്ത് പോയിട്ട് ദുആ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ശേഷം മക്കൾ ഇതാ കടൽ കണ്ടപ്പോൾ കുറച്ച് നേരം കളിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നിക്കാട്ടോ. അപ്പോൾ ഞാൻ അവിടുത്തെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ, നമുക്ക് അറിയില്ല അങ്ങനെ വീഡിയോ എടുക്കാമെന്നും. അങ്ങനെ അപ്പോൾ മക്കൾസിന് ഈ കടൽ കണ്ട ഭയങ്കര സന്തോഷം കേട്ടോ. ഒന്നാമത് പോവാറ് പൊന്നാനി ബീച്ചിലേക്കാണ്. ഒരു 5:30-6 മണിയൊക്കെ ആയിരിക്കും ഞങ്ങൾ പോയപ്പോൾ. അത് പുതുപ്പൊന്നാനിയാണ് കേട്ടോ. പിന്നെ വെളിയങ്കോട് യാർത്തിങ്കിലും പോയിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ പോയിട്ട് സിയാർത്ത് ചെയ്ത് ദുആ ചെയ്ത് കുറേ കാര്യങ്ങളൊക്കെ പറയാണ്ടായിരുന്നു. അതൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു റാഹത്തായിട്ട് വന്നിക്കുകയാണ്. അപ്പോൾ ഇതാ പൊന്നാനിയിൽ ഇപ്പോഴും ഓല വീടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഓല മുടഞ്ഞുണ്ടാക്കിയിട്ട് ഓല വീട് പണിയുണ്ട് കേട്ടോ. അവിടെ ഓല വീടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടു. അങ്ങനെ ഞങ്ങളിതാ തിരിച്ച് വരിക കേട്ടോ. ഞാൻ കുറേശ്ശെ വീഡിയോ എടുത്തിട്ടുള്ളൂ, കാരണം ലോങ് ആയിട്ടുണ്ടെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇതാ ഞങ്ങൾ ഹൈവേ കൂടെ കേട്ടോ വരുന്നത്, പെട്ടെന്ന് എത്തും ചെയ്യും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഏട്ടനാട്ടോ ഡ്രൈവർ, ഓട്ടോയിലാണ് ഞങ്ങളെല്ലാവരും കൂടി പോയത്. പിന്നെ പോയി തിരിച്ച് വരുമ്പോൾ ഞങ്ങളിതാ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹൈപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ മഗ്‌രിബ് ബാങ്ക് കൊടുത്തപ്പോൾ നിസ്കരിക്കാൻ ഇരുന്നു കേട്ടോ. അപ്പോൾ ഞാനും മക്കൾസും എല്ലാവരും കൂടിയിട്ട് ഇതാ നിസ്കരിക്കാൻ ഇരുന്നിട്ടുണ്ട്. പിന്നെ എന്താണ്, അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അവർക്ക് അവരെ ഒപ്പിച്ച് നിസ്കാര കുപ്പായൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പൈസ കൊടുത്തു. അപ്പോൾ ആ സന്തോഷത്തിലായിരുന്നു. ചെറിയ ആൾക്ക് കിട്ടിയിട്ടില്ല, എങ്കിലും അവൾക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ദിയമോള് ഓളെ എന്തെങ്കിലും ഇങ്ങനെ ഓരോന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ സൊത്തൂസിന് നിസ്കാര കുപ്പായ ഇട്ടപ്പോൾ ലീവാണ് കേട്ടോ. എത്ര ഇട്ടിട്ട് നിന്ന് തുള്ളി ചാടിയായിരുന്നു. അങ്ങനെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കും സന്തോഷമായി, മക്കൾസൊക്കെ വലുതായി കേട്ടോ, നമുക്ക് വയസ്സുമായി. അപ്പോൾ എല്ലാ കൊല്ലവും ഓരോരോ റമദാനും എല്ലാ കാര്യങ്ങളും നടന്നു പോകുമ്പോൾ നമുക്ക് സന്തോഷവും സമാധാനവും ഒക്കെ വേണം കേട്ടോ. എങ്കിലേ ഇതൊക്കെ റാഹത്തായി കടന്നു പോകുള്ളൂ. അപ്പോൾ എന്തായാലും ഞങ്ങളിതാ അത്താഴത്തിന് നീറ്റിട്ടുണ്ട്. അപ്പോൾ ഞാൻ 4 മണിക്ക് നീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചായക്ക് വെള്ളം വെച്ചിട്ട് പല്ല് തേക്കാൻ വേണ്ടി പോയി. പിന്നെ നിസ്കരിച്ചു കേട്ടോ. ഇരുന്നിട്ട് നിസ്കാരം ഓത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മക്കൾസിന് ദോശ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ അവർ ദോശ കഴിക്കുമ്പോൾ ഫോൺ എടുത്തിട്ട് കേട്ടോ ഇരുന്നിട്ട് ദോശ കഴിക്കുക. ഫോണില്ലാതെ അവർ ഭക്ഷണം കഴിക്കൂല. അപ്പോഴത്തെ കുട്ടികളൊക്കെ അങ്ങനെയാണല്ലോ. പിന്നെ ആ വീഡിയോ ഒന്നൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ വൈകിട്ടത്തെ വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് തേങ്ങ വറുത്തരച്ച് ചിക്കൻ കറി വെക്കാമെന്ന് കരുതിയിട്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ എന്തോ ഫോണിൻ്റെ ക്യാമറയ്ക്ക് എന്തോ ഒരു പ്രശ്നം, തീരെ വെളിച്ചമില്ലാത്ത പോലെ കേട്ടോ. കണ്ടില്ലേ, അങ്ങനെ തേങ്ങ വറുത്ത് വെച്ചു. തേങ്ങ ഒക്കെ ഞാനിതാ വറുത്ത് വെക്കണം കേട്ടോ. അപ്പോൾ തേങ്ങ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഒരു മുടി തേങ്ങ എടുത്തിട്ട് അതിട്ട് കൊടുക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ചിക്കൻ ഇവിടെ കടയിൽ വിളിച്ച് പറഞ്ഞാൽ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വിളിച്ച് പറഞ്ഞതിന് ശേഷം ഇതിനൊക്കെ നിന്നത് ഉപ്പ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ കിട്ടുമെന്ന് കരുതിയിട്ട് തേങ്ങ ഒക്കെ വറുത്ത് വെച്ചു. പിന്നെ എന്തോ ഭാഗ്യത്തിന് കുറച്ച് ചിക്കൻ എന്നും മാറ്റി വെക്കുന്ന പോലെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ കടയിൽ ഭയങ്കര തിരക്കായ കാരണം പിന്നെ അന്ന് ചിക്കനും കിട്ടിയില്ല. പിന്നെ മക്കൾസ് ആണെങ്കിൽ കടയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഫ്രൂട്ട്സ് മേടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഒരു 2:30 ശേഷം പോയാൽ മതി പറഞ്ഞിട്ട് അവർ കടയിലേക്ക് സൈക്കിളുമ്പോൾ പോയി വരുവോളം എനിക്ക് പേടിയായിരുന്നു കേട്ടോ. നിങ്ങളൊന്ന് വീട്ടിലേക്ക് എത്തി കിട്ടിയാൽ മതി എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമായിരുന്നു. പക്ഷെ കാണാതായപ്പോൾ തന്നെ എനിക്ക് ബേജാറായി. അപ്പോൾ ഞാൻ കൊക്കവടയും പിന്നെ ബ്രെഡ് പൊരിക്ക് എന്തെങ്കിലുമൊക്കെ 2-3 പൊരിച്ച കടിയൊക്കെ ഉണ്ടാക്കി ഫസ്റ്റത്തെ നോമ്പല്ലേ അങ്ങനെയൊക്കെ പ്രതീക്ഷയിൽ ഇങ്ങനെ ഓരോരോ ഇതിലിങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ട് ചെറിയ ആൾ വന്ന് വിളിക്കുന്നു, ഉമ്മച്ചിയെന്ന്. അപ്പോൾ തന്നെ എൻ്റെ പകുതി ജീവൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മക്കൾസ് സൈക്കിളിൽ ചെറുതായിട്ടൊന്ന് വീണ് മുറിയായി. പിന്നെ ഞാനിതൊക്കെ ഇട്ടെറിഞ്ഞിട്ട് ഓടിയിട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്ന് കുറേ നടന്ന് പോകാണ്ടായിരുന്നു. അപ്പോൾ നമുക്കപ്പോൾ അതിലും വലുത് ഇതൊന്നുമല്ലല്ലോ. അപ്പോൾ മോളെടുത്ത് പോയിട്ട് നമുക്ക് സാധനങ്ങളായിട്ട് പിന്നെ നടക്കാൻ വയ്യാതെ കൈമൊക്കെ പൊട്ടി മുറിയായി അങ്ങനെ ആയിട്ടോ. പിന്നെ അതൊന്നും വീഡിയോ എടുക്കാനോ പിന്നെ ഒന്നിനും എനിക്ക് പറ്റിയില്ല. പിന്നെ ഞാൻ തന്നെ ആകാണ്ട് കുഴഞ്ഞു. അപ്പോൾ ആദ്യത്തെ റമദാൻ ആദ്യത്തെ ദിവസം തന്നെ നമുക്ക്
നല്ലൊരു ഇതായിട്ട് കിട്ടിയത്. പിന്നെ ഞാൻ വേഗം വന്നു, 5:30 ആയിട്ടുണ്ടായിരുന്നു. പത്തിരിക്ക് പൊടി വാട്ടി പെട്ടെന്ന് തന്നെ ചിക്കൻ കറി വെച്ചു. പിന്നെ കൊക്കവട ഉണ്ടാക്കി, നൂഡിൽസ്, ജ്യൂസൊക്കെ അടിച്ചു, നാരങ്ങ വെള്ളമൊക്കെ കലക്കി. ഒക്കെ പകുതിയെല്ലാം ഞാനും ചെയ്യും, ഓളും ചെയ്യും, അങ്ങനെയൊക്കെ കേട്ടോ. നീയമോളൊക്കെ പേടിച്ച് പറിച്ച് പിന്നെ ഓൾ അങ്ങനെ കിടന്ന് ഉറങ്ങി കേട്ടോ. പിന്നെ ദിയമോൾക്ക് പിന്നെ എന്നെ സഹായിക്കണം എന്നുള്ള ഒരു ഇതിൽ ഓൾ വന്നിട്ടൊക്കെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഇക്കൊല്ലത്തെ റമദാനിലെ ആദ്യത്തെ നോമ്പ് ഇങ്ങനെ പ്രതീക്ഷിക്കാത്തത് സംഭവിച്ചു കേട്ടോ. എന്തായാലും മക്കൾസിനൊക്കെ ആരോഗ്യ ആയുസ്സും ആഫിയത്തും നേരത്തെ തന്നെ എല്ലാവരും ദുആ ചെയ്യുക. അപ്പോൾ പത്തിരിയും ചിക്കൻ കറിയും ഇന്നത്തെ സ്പെഷ്യലായിരുന്നു. പിന്നെ അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അങ്ങനെ ഞാൻ പരത്തണമൊന്നും എടുത്തില്ല, ചുടുന്നതും ചെറുതായിട്ടൊക്കെ ഒന്ന് എടുത്ത് വെച്ചതായിരുന്നു. അൽഹംദുലില്ലാ. എങ്കിലും ഞാൻ പ്രതീക്ഷിച്ച പോലെ മോൾക്കൊന്നും പറ്റിയില്ല. എന്നാലും ചെറിയൊരു വിഷമവും പേടിയും മനസ്സിൽ നിന്ന് പോയില്ല കേട്ടോ. എന്തായാലും നമ്മളെ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളെ നോമ്പ് തുറ വിശേഷങ്ങൾ. അൽഹംദുലില്ലാ. ആഡംബര അഹങ്കാരമോ അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല, ഉള്ളത് കൊണ്ട് അൽഹംദുലില്ലാ റാഹത്തായിട്ടോ. എങ്കിലും ഞങ്ങൾക്ക് ഇന്ന് ഇതൊക്കെ വലിയ ഹൈറായിട്ട് തോന്നിട്ടാ. ഇതൊന്നും ഇല്ലാത്തവരും ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഒരുപാട് ഭക്ഷണമൊക്കെ വേസ്റ്റ് ആക്കാതെ ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെട്ട് നമ്മൾ നോമ്പ് തുറക്കുക. ഒന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ആരും ഒന്നും പറയാതിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ, താങ്ക് യു.